നല്ല തിരക്കാന്നറിയാം. എങ്ങനെയുണ്ട് നമ്മുടെ മണ്ഡലത്തിൽ? മണ്ഡലം പൊളിയല്ലേ? മണ്ഡലം നമ്മളിങ്ങനെ തൂക്കും, അതിനകത്ത് വേറെ സംശയമൊന്നുമില്ല. കന്നി അംഗമാണ്. ഇപ്പൊ കന്നി അംഗത്തിന് ഇറങ്ങുന്ന ഒരാളാണെങ്കിൽ പോലും ഈ മണ്ഡലത്തിന് സുപരിചിതനാണ്. തീർച്ചയായിട്ടും മണ്ഡലത്തിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഞാൻ കാര്യമായിട്ട് തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. ഞാൻ എത്തിച്ചേരാത്ത വീടുകളോ ബൂത്തുകളോ ഒക്കെ കുറവുകളാണ്. എല്ലാ ബൂത്തുകളിലും ഏതെങ്കിലും ഒരു വീട് ചേച്ചി സഹായിക്കണം. ഓക്കെ. അപ്പോ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു പ്രത്യേകിച്ച് പോയി പ്രവർത്തകരെ പരിചയപ്പെടേണ്ടെന്നതോ അല്ലാന്നുണ്ടെങ്കിൽ മറ്റാൾക്കാരെ പരിചയപ്പെടേണ്ടെന്നോട്ടുള്ള ആവശ്യങ്ങളൊന്നുമില്ല. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ എന്റെ അമ്മയുടെ നാട് കിളിമാനൂരാണ്. അപ്പോ വളരെ ചെറുപ്പകാലം മുതൽ ഈ മണ്ഡലത്തിന്റെ അകത്തുകൂടി ഒരുപാട് യാത്ര ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഓരോ പ്രദേശവും വളരെ ചെറുപ്പകാലം മുതൽ എനിക്ക് അറിയാവുന്ന പ്രദേശങ്ങൾ തന്നെയാണ്. നമ്മളിപ്പോ രാഷ്ട്രീയപരമായി നോക്കുകയാണെങ്കിലേ നിലവിൽ ഒരു മന്ത്രിയാണ് ഇവിടെ എതിരാളിയായിട്ട് വരുന്നത്. മാത്രമല്ല നേരത്തെ CPIയുടെ ഭാഗമായിരുന്ന ആളാണ് ഇപ്പോൾ കോൺഗ്രസിലേക്ക് വന്ന് സ്ഥാനാർത്ഥിയായി നിൽക്കുന്നത്. അപ്പോൾ ചുരുക്കത്തിൽ രണ്ട് CPI സ്ഥാനാർത്ഥികളാണ് ഉള്ളത്. അതെ, രണ്ട് CPIക്കാരാണ്. എനിക്ക് സത്യം പറഞ്ഞാല് കോൺഗ്രസ് പ്രവർത്തകരോട് ഒരുപാട് വിഷമം തോന്നുന്നുണ്ട്. മറ്റൊന്നും കൊണ്ടല്ല ചേച്ചി, അവർക്ക് അവരുടേതായ ഇത്രയും കാലം ഇവിടെ പ്രവർത്തിച്ച ഒരുപാട് പേരുണ്ട്. അപ്പൊ അവർക്കാർക്കും തന്നെ മത്സരിക്കാൻ ഒരു അവസരം കിട്ടുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അവരോട് എനിക്ക് ഒരുപാട് വിഷമമുണ്ട്. അവർ പലരെയും പ്രതീക്ഷിച്ചിരുന്നു. പക്ഷെ അതൊന്നും അല്ല, ഒടുവിൽ അവർക്ക് ലഭിച്ചത് CPI എന്ന ഒരാളെയാണ് അവർക്ക് ലഭിച്ചിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അവരുടെ വിഷമം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. BJPക്ക് ഏതാണ്ട് 17% വോട്ട് പെർസെന്റേജ് ഉള്ള ഒരു മണ്ഡലമാണ്. ഇത്തവണ അത് കൂടും. എന്താണ് നിങ്ങളുടെ ഒരു പ്ലാനിങ്? എങ്ങനെയാണ്? 17% ഒന്നുമല്ല BJPയുടെ വോട്ട് പെർസെന്റേജ് എന്ന് പറയുന്നത്. അത് ഒരു നോർമൽ സാഹചര്യത്തിലുള്ള വോട്ട് പെർസെന്റേജ് ആണ്. കഴിഞ്ഞ ദിവസം നമ്മുടെ റോഡ് ഷോ ഞങ്ങൾ ആരംഭിച്ചത് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, നമ്മുടെ സംഘടനാ ശക്തി ഇവിടെ എത്രയുണ്ട് എന്നുള്ള കാര്യത്തെ കുറിച്ചിട്ട് വളരെ പ്രൊഫഷണൽ ആയിട്ട് ഞങ്ങൾ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതാണ്. 60,000 വോട്ട് കടക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത്. അത് തീർച്ചയായിട്ടും നടക്കുകയും ചെയ്യും. അതിനകത്തൊരു സംശയമില്ല. അപ്പോൾ നമുക്കറിയാം ഈ മണ്ഡലത്തിൽ പ്രധാനമായും എന്തൊക്കെയാണ് BJP മുന്നോട്ട് വയ്ക്കുന്നത് ചർച്ചകളായി? വോട്ടർമാരുടെ മുന്നിലേക്ക് പോകുമ്പോൾ BJP എന്ത് പറയാൻ വോട്ട് ചെയ്തത്? നോക്കൂ, കേരളം നമ്പർ 1 ആണെന്നാണ് ഞങ്ങൾ കാലങ്ങളായിട്ട് എല്ലാവരും അവകാശപ്പെടുന്നത്. നമ്മൾ കേരളം നമ്പർ 1 ആണ്. പല സ്റ്റാറ്റിസ്റ്റിക്സുകളും നമ്മൾ നമ്പർ 1 ആണ്. കേരള സംസ്ഥാനം രൂപീകൃതമായത് മുതൽ നമ്മൾ പല കാര്യങ്ങളിലും നമ്പർ 1 ആണ്. നമ്പർ 1 ആയിരിക്കുന്ന ഒരു സംസ്ഥാനത്തിന്റെ തലസ്ഥാനവും നമ്പർ 1 ആയിരിക്കണം എന്നുള്ളതാണ് ഒരു അല്ലേ, അങ്ങനെ ഉണ്ടാവണ്ടേ? ആ നമ്പർ 1 തലസ്ഥാനമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോൾ കർണാടകയിൽ നിങ്ങൾ പോവുക, ബാംഗ്ലൂരേക്ക് പോവുക, സബർബൻ മേഖലകളുണ്ട്. അതുപോലെ തന്നെ മഹാരാഷ്ട്രയിലേക്ക് പോയി കഴിഞ്ഞാൽ, മുംബൈയിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ സബർബൻ മേഖലകളുണ്ട്. എല്ലായിടത്തും അതുണ്ട്. നമ്പർ 1 സംസ്ഥാനം എന്ന് അവകാശപ്പെടുന്ന തിരുവനന്തപുരത്തിന്റെ കേരളത്തിന്റെ തലസ്ഥാനമായ തിരുവനന്തപുരത്തിന്റെ ഏറ്റവും മികച്ച സബർബൻ നഗരമായിട്ട് മാറേണ്ടുന്നതായിരുന്നു നെടുമങ്ങാട് എന്ന് പറയുന്നത്. ആ നെടുമങ്ങാടേക്ക് നിങ്ങൾ പോയി കഴിഞ്ഞാൽ ഈ നെടുമങ്ങാട് നിയോജക മണ്ഡലത്തിന്റെ ഹൃദയം എന്ന് പറയുന്നത് പ്രധാനമായിട്ട് നെടുമങ്ങാട് ടൗണും അല്ല പോത്തങ്കോട് ടൗണുമാണ് വരേണ്ടുന്നത്. ഈ രണ്ട് സ്ഥലത്തും നിങ്ങൾ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് മാറ്റം ഉണ്ടായിട്ടുള്ളതെന്നുള്ള കാര്യം നിങ്ങളൊന്ന് നോക്കണം. ഒരു മണ്ഡലത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു മന്ത്രി വന്നു കഴിയുമ്പോഴാണ് അവിടെ മികച്ച പദ്ധതികൾ ഉണ്ടാകേണ്ടുന്നത്, മികച്ച വികസന പദ്ധതികൾ ഉണ്ടാകേണ്ടത്. നെടുമങ്ങാടാവട്ടെ പോത്തങ്കോടാവട്ടെ ഇത് സംഭവിച്ചിട്ടില്ല. അതിന്റെ ഇടയ്ക്കുള്ള വെമ്പായവും വട്ടപ്പാറയും പോലെയുള്ള സ്ഥലങ്ങൾ ഇതിന്റെ മിഡിലിൽ വരുന്നതാണ്. ഒരു തരത്തിലുള്ള മാറ്റവും സംഭവിച്ചിട്ടില്ല. ഒരു പദ്ധതിയും കൊണ്ടുവരുന്നതിന് അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. കേരള സംസ്ഥാനം രൂപീകൃതമായതിനു ശേഷം ആദ്യമായിട്ടാണ് 7 പതിറ്റാണ്ട് കാത്തിരുന്നിട്ടാണ് ഒരു മന്ത്രി ഈ മണ്ഡലത്തിന് കിട്ടുന്നത്. ആ മന്ത്രിക്ക് ഈ മണ്ഡലത്തിന് വേണ്ടിയിട്ട് ഒരു പദ്ധതിയും കൊണ്ടുവരാൻ സാധിച്ചില്ല എന്നുള്ളതാണ്. നെടുമങ്ങാടിന്റെ വികസന മുരടിപ്പ് ഉന്നയിച്ചായിരിക്കും BJP അല്ലെ? വികസന മുരടിപ്പ് എന്ന് മാത്രമല്ലെന്നേ, വികസനത്തിന്റെ സാധ്യത എറിഞ്ഞുടച്ച് കളഞ്ഞു. അതാണ് ഞാൻ പറഞ്ഞത്. ഒരു മന്ത്രിയെ കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ട് ഉണ്ടാകേണ്ടുന്ന വികസനമല്ലേ? നിങ്ങൾ ആ പോത്തങ്കോട് ജംഗ്ഷനിലേക്ക് പോയി നോക്കുന്നേ, ആ മന്ത്രിയുടെ പ്രവർത്തനങ്ങളുടെ മുഴുവൻ സ്മാരകമായിട്ടൊരു വീപ്പക്കുറ്റി അവിടെ ഇരിപ്പുണ്ട്. ആ വീപ്പക്കുറ്റിയാണ് ആ പോത്തങ്കോട് ജംഗ്ഷനെ മൊത്തത്തിൽ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തെങ്കിലും ഒരു സാധനം ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കേണ്ടെന്നേ. നമ്മളൊക്കെ ജനിച്ച കാലം മുതൽ നെടുമങ്ങാട്, ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം 2005 മുതൽ എനിക്ക് നെടുമങ്ങാടുമായിട്ടുള്ള ഒരു ബന്ധം തുടങ്ങുന്നതാണ്. മറ്റൊന്നും കൊണ്ടല്ല, വിദ്യാർത്ഥി രാഷ്ട്രീയവുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് സംഘർഷങ്ങൾ ഉണ്ടാവുകയും പിന്നീട് ഒരു കേസ് ഉണ്ടാവുകയും നെടുമങ്ങാട് കോടതിയുമായിട്ടുള്ള ബന്ധം എനിക്ക് 2005 മുതൽ തുടങ്ങുന്നതാണ്. ഈ 2005 മുതൽ ഇതുവരെ 2026 ഞാനിവിടെ മത്സരിക്കാൻ നിൽക്കുമ്പോഴും നെടുമങ്ങാട് ജംഗ്ഷൻ അന്നും ഇന്നും ഒരുപോലെ തന്നെയാണ്. ഒരു മാറ്റവും ഇല്ലാത്ത തരത്തിലാണ് അതിനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. നെടുമങ്ങാട് ജില്ലാ ആശുപത്രി വാർത്താ സൃഷ്ടിച്ചാണ്. നിങ്ങളും ഞാനും ഉൾപ്പെടെ നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിൽ ഉണ്ടായിരുന്നതാണ് 24-48 മണിക്കൂർ. ഓർമ്മയുണ്ടല്ലോ ആ കുഞ്ഞ് മരിച്ചതുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. എന്ത് അടിസ്ഥാന സൗകര്യ വികസനമാണ് അതിനകത്ത് ഉണ്ടായിരിക്കുന്നത്? പുറത്തൊരു കെട്ടിടം കെട്ടിവെച്ചിട്ട് അതിനകത്തുനിന്ന് മറ്റേ കമ്മീഷൻ അടിക്കാൻ വേണ്ടി കെട്ടിടം കെട്ടുന്നതല്ല ശരിക്കും വികസനം എന്ന് പറഞ്ഞുണ്ടാകേണ്ടത്. പകരം ഉണ്ടാകേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അകത്ത് ജനങ്ങൾക്ക് ലഭിക്കുന്ന സൗകര്യങ്ങൾ മാറണമായിരുന്നു. സൗകര്യങ്ങൾ മാറിയില്ല എന്ന് മാത്രമല്ല, ആളെ കൊല്ലുന്ന ഒരു സ്ഥലമായിട്ട് ആശുപത്രി അതമ്പതിച്ചു പോയി. ഇവിടെ ഒരു ടൂറിസം കേന്ദ്രമുണ്ട്, നിങ്ങൾക്കറിയോ? വെള്ളാണിക്കൽ പാറ എന്ന് പറഞ്ഞിട്ട് മനോഹരമായ ഒരു ടൂറിസം സ്പോട്ടാണ്. അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം ഒഴിയുന്നതിന് അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് 72 മണിക്കൂർ മുമ്പാണ് അദ്ദേഹത്തിന് ഓർമ്മ വന്നത് മണ്ഡലത്തിൽ അങ്ങനെ ഒരു പ്ലേസ് ഉണ്ട് എന്നുള്ള കാര്യത്തെ കുറിച്ചിട്ട്. അപ്പോൾ ഒരു വീഡിയോ ഉണ്ടാക്കി ഇറക്കി ഇതിനെ മല്ലിതായിട്ട് എന്തോ മലമറിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട്. ഞാനൊന്ന് ചോദിക്കട്ടെ, 5 കൊല്ലം മന്ത്രിയായിരുന്നിട്ട് അദ്ദേഹത്തിന് അവിടെ ഒന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല. അദ്ദേഹം ഇനി ജയിച്ചാൽ തന്നെ വെറും MLA ആയിരുന്നുകൊണ്ട് എന്താണ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്? ഒന്നും തന്നെ അദ്ദേഹത്തിന് വേണ്ടി ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നില്ല. ഒരു കാര്യം ചെയ്തില്ല. ആ പോത്തങ്കോട് ജംഗ്ഷൻ കേരളത്തിൽ ഏറ്റവും കൺജസ്റ്റഡ് ആയിട്ടുള്ള ജംഗ്ഷനുകളിൽ ഒന്നാണ്. മര്യാദയ്ക്ക് ഒരു ട്രാഫിക് സിഗ്നൽ വർക്ക് ചെയ്യുന്ന ഒരു സാഹചര്യം പോലും അവിടെ ഇല്ല.
ഓക്കെ ചേട്ടാ ഓക്കെ. അപ്പൊ ആ ഒരു അവസ്ഥയിലൂടെയാണ് ആ ജംഗ്ഷൻ പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ എന്താ ചെയ്തത്? അവിടെ നിന്ന് പോത്തങ്കോട് മുതൽ മംഗലാപുരം വരെയുള്ള സ്ട്രെച്ച് 7 കിലോമീറ്റർ ഉള്ളൂ. 70 കോടി മുടക്കിയിട്ടാണ് പണിഞ്ഞത്. നാഷണൽ ഹൈവേ 2 വരി പണിയാൻ വേണ്ടിയിട്ട് 5 കോടിയെ ചെലവുള്ളൂ കിലോമീറ്ററിന്. അപ്പോഴാണ് 7 കോടി ഒരു സാധാരണ റോഡ് പണിയാൻ വേണ്ടിയിട്ട് 70 കോടി 7 കിലോമീറ്റർ പണിയാൻ വേണ്ടി 70 കോടി ചെലവാക്കിയിരിക്കുന്നത്. എന്നിട്ട് എന്താ ഈ അവസ്ഥ? എന്നിട്ട് എന്തായാലും നിങ്ങൾക്ക് തന്നെ അറിയാം, നിങ്ങൾ പോയി റിപ്പോർട്ട് ചെയ്തതാണ്. ഒറ്റ മഴ മുഖ്യമന്ത്രിയുടെ മരുമകൻ ശ്രീ റിയാസും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയും ഇദ്ദേഹവും കൂടി ഒന്ന് വലിയ ഉദ്ഘാടന മഹാമഹം കാണിച്ച് 4ാമത്തെ ദിവസം മഴയിൽ വീടുകൾക്കകത്ത് മുഴുവൻ വെള്ളം കയറുന്ന അവസ്ഥയായി. ഇതാണ് അവർ 70 കോടി മുടക്കി പണിഞ്ഞ. എന്തായാലും ഇതിൽ ആരായിരിക്കും നിങ്ങളുടെ എതിരാളി? ഇന്ത്യയുടെ എതിരാളി ആരാണ്? കോൺഗ്രസ് ആണോ, CPM ആണോ, ആണോ? അല്ല, ഇത് രണ്ടും ഒന്നാണല്ലോ. 2 CPI-ക്കാരാണ്. ഇത് INDI മുന്നണിയാണ്. ഇതിപ്പോ അന്വർത്ഥമായിരിക്കുകയാണ്. നെടുമങ്ങാട് നിയോജക മണ്ഡലത്തിനെ സംബന്ധിച്ചിടത്തോളം ആ കാര്യം അന്വർത്ഥമായിട്ട് വന്നിരിക്കുകയാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സ്വന്തമായിട്ട് സ്ഥാനാർത്ഥിയെ കിട്ടിയില്ല എന്നുള്ളതാണ്. ഇടതുപക്ഷത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് എന്താണ് ചെയ്യാൻ പറ്റുന്നതിന്റെ പരമാവധി എന്ന് അദ്ദേഹം തെളിയിച്ചു കഴിഞ്ഞാണ്. ഒരു മന്ത്രി എന്നുള്ള നിലയിൽ പോലും അദ്ദേഹത്തിന് ഇത്ര മാത്രമേ ചെയ്യാൻ സാധിക്കുള്ളൂ എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഒരു MLA എന്നുള്ള നിലയിൽ എന്താണ് ഇനി കൂടുതലായിട്ട് പറയാനുള്ളത്? പ്രത്യേകിച്ച് ഒന്നും തന്നെ അദ്ദേഹത്തിന് പറയാനില്ല എന്നുള്ള കാര്യം ഇവിടെയുള്ള ആൾക്കാർക്ക് ബോധ്യപ്പെട്ടതാണ്. അതുകൊണ്ട് എതിരാളി എന്നുള്ളതിനെ കുറിച്ച് ഞാൻ ചിന്തിക്കുന്നതേ ഇല്ല. നമുക്ക് മുൻപോട്ട് വെക്കാൻ കഴിയുന്ന ഒരു വികസന രാഷ്ട്രീയത്തെ കുറിച്ച് മാത്രമാണ് നെടുമങ്ങാടിനോട് ഞങ്ങൾ സംസാരിക്കുന്നത്.